ആ അധ്യായത്തിൽ ആ അധ്യായത്തിലെ തന്നെ 39 മത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു: എക്സ്പ്രസിങ് ഹെർ ചേഞ്ച്ഡ് മെന്റാലിറ്റി എന്ന അവസാനത്തെ ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചത്, 6-ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞ്. അതിനുശേഷം നമുക്ക് കാണുന്നത് 39-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അപ്പം ആ പട്ടണത്തിലുള്ള ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം അവിടെ പറയും. അവർ യേശുവിൽ വിശ്വസിച്ചതിന്റെ കാരണം ഒരു സ്ത്രീ ചെന്ന് സാക്ഷ്യം പറയുക, എന്റെ ജീവിതത്തെ അറിഞ്ഞ, എന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി എന്ന് ആ പറഞ്ഞ സ്ത്രീയുടെ വാക്ക് നിമിത്തം പട്ടണവാസികൾ യേശുവിൽ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വായിക്കുന്നു, അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ടു വിശ്വസിച്ചു. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് താഴെ പറയുന്നത്. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. അടുത്തതായിട്ട് പറയുന്നത്, ആദ്യമേ ഒരു യേശുവിൽ വിശ്വസിച്ചു, ആ ഒരു വിശ്വാസത്തിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് അവർ കയറുകയാണ്. പറയുകയാണ്, ഇപ്പൊ നീ പറഞ്ഞത് കേട്ടല്ല ഞങ്ങള് വിശ്വസിക്കുന്നത്, അത് വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ യേശുവിനോടൊപ്പം 2 ദിവസം പാർത്തപ്പോ, അവര് യേശുവിനോടൊപ്പം 2 ദിവസം ചെലവഴിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളും ചിന്തകളും മാറിയിട്ട് പറയുക, ഇപ്പം നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ കണ്ടും ഞങ്ങൾ കേട്ടും ആയിരിക്കുന്ന കാര്യത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ ഒരു സംശയമില്ല. ആ വിശ്വാസത്തിന്റെ ഒരു ഹയർ ലെവലിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളും എന്താ പറയാ, ദൈവത്തെ അറിഞ്ഞത്, ദൈവത്തെ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ടാകാം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാ. അത് അറിവും നമുക്ക് തന്നു, കർത്താവിനെ കുറിച്ചുള്ള ഒരു അറിവ് തന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അറിഞ്ഞ്, യഥാർത്ഥത്തിൽ മനസ്സിലാക്കി, ഇപ്പോ കർത്താവിനോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളിലൂടെയുള്ള അറിവിൽ നിന്ന് വർദ്ധിക്കുന്നതാ എന്തെന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, കേട്ടതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഈ സ്ത്രീ പറഞ്ഞു കേട്ടതുകൊണ്ട് ആ പട്ടണവാസികൾ മുഴുവൻ, അല്ലെ, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ടേക്ക്. കുറെ ആളുകൾ വന്ന് യേശുവിൽ വിശ്വസിച്ചു. എന്നിട്ട് ഇവര് കർത്താവിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തപ്പോൾ, ഇന്ററാക്ട് ചെയ്തപ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേട്ടു, അവൻ സാക്ഷാൽ രോഗരക്ഷകൻ എന്ന് ഞങ്ങൾ അറിഞ്ഞു. വി കെയിം ടു നോ ദാറ്റ്, വി എക്സ്പീരിയൻസ് ദാറ്റ്, ഞങ്ങൾ അത് അനുഭവിച്ചു. അവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന് ഞങ്ങൾ അനുഭവിച്ചു. എത്ര ശ്രേഷ്ഠകരമായ ഒരു വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്കാണ് ആ ആളുകൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കേട്ടറിവും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതിന്റെ അറിവുകളിലൂടെ ലഭിച്ച ഒരു വിശ്വാസത്തിലാണോ നാം നിൽക്കുന്നത്? അതോ യേശുവിനെ അനുദിനം അനുഭവിച്ച് അടുത്ത ഒരു വിശ്വാസത്തിന്റെ നിലയിലേക്ക് കയറിയിട്ട് നമുക്ക് പറയാൻ കഴിയുമോ, ആരെങ്കിലും പറഞ്ഞു കേട്ടത് കൊണ്ടോ, എൻ്റെ അപ്പൻ ക്രൈസ്തവനായതുകൊണ്ടോ, അമ്മ ക്രൈസ്തവയായതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ടോ, ഏതെങ്കിലും ഒക്കെ പോയി സൺഡേ സ്കൂളിൽ കേട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ ആ യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. ആ യേശുവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, എൻ്റെ വിശ്വാസം അതിൻ്റെ മുകളിലാണ്, അതിലാണ് എൻ്റെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ തലങ്ങൾ ഉയർത്തപ്പെടട്ടെ. അതിനായി നമുക്ക് കൂടുതലായി ദൈവത്തോടടുത്ത് ജീവിപ്പാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ നിന്ന് ഇതിനനുബന്ധമായി ചില ചിന്തകൾ പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം
വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു അധ്യായവും കൂടെയാണ് ഇബ്രായ ലേഖനം 11-ാം അധ്യായം, അല്ലെ? ഹീബ്രു ചാപ്റ്റർ 11. അപ്പൊ അതില് ഈ വിശ്വാസത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. ആ അധ്യായത്തിന്റെ മുമ്പിലുള്ള അധ്യായം 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ 2 കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നു. അത് പറഞ്ഞിട്ടാ താഴോട്ട് വിശ്വാസത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്, വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ചും, വിശ്വാസത്തിലൂടെ പല കാര്യങ്ങൾ ദൈവത്തിന് മഹത്വമായി ചെയ്തവരെ കുറിച്ചും, വിശ്വാസത്തിലൂടെ എന്താ പറയാ നല്ല സാക്ഷ്യം ലഭിച്ചവരെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാ പറയുന്നത്. അതിനു മുമ്പ് 10-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെന്താണ്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പൊ 2 കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. 2 കാറ്റഗറി ഓഫ് പീപ്പിൾ. ഒന്നെന്താണ്, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ ഒരു കൂട്ടം. 2, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ മറ്റൊരു കൂട്ടം. ഈ 2 കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ആ കൂട്ടരുടെ ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടാണ് 11-ാം അധ്യായം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച ആളുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ അധ്യായം വരുമ്പോൾ വീണ്ടും പറയുകയാണ്, ഈ വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നതും ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നതും മറ്റാരുമല്ല, യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ആ എഴുത്തുകാരൻ അവിടെ പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ എല്ലാം ആധാരം ഇതാണ്. ഈ പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ഈ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർ എല്ലാവരും വിശ്വാസത്താൽ, 39-ാമത്തെ വാക്യം, സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരുന്നു. യേശു കർത്താവിനെ കുറിച്ചും കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവിടെ പറയുന്നത്. അപ്പം അവർക്ക് ഇല്ലാതിരുന്ന ഒരു ഭാഗ്യം, ഒരു സാക്ഷ്യം ലഭിച്ചു. പക്ഷെ നമുക്ക് ആ കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു ഭാഗ്യവും അവസരവും നമുക്ക് കിട്ടി. അത് വലിയ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അത് വാഗ്ദത്തത്തിന്റെ വലിയൊരു നിവൃത്തീകരണത്തിന്റെ തുടക്കവും അതിലേക്കുള്ള ഒരു പ്രവേശനവും കൂടെയാണ്. അവർക്ക് ലഭിക്കാതിരുന്ന, അവർക്ക് സാക്ഷ്യം ലഭിച്ചു. എന്താ? വിശ്വാസത്തിലൂടെ അവർ അങ്ങനെയായിരുന്നു. വിശ്വാസത്തിലൂടെ അവർ പല കാര്യങ്ങളെ ചെയ്തു. വിശ്വാസത്തിലൂടെ ലഭിച്ച നല്ല സാക്ഷ്യമുണ്ടെങ്കിലും വാഗ്ദത്തത്തിന്റെ പ്രവേശനത്തിലേക്ക് കടക്കാൻ കഴിയാതെ അവർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആ യേശു ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിലൂടെ ആ വാഗ്ദത്തത്തിലേക്കുള്ള ഒരു പൂർണ്ണ പ്രവേശനവും കർത്താവ് തരുവാനിടയായിട്ട്. അപ്പൊ യേശുവിനെ അറിയുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ, ആ സ്ത്രീ പറഞ്ഞതുപോലെ നേരത്തെ ഞങ്ങൾ കേട്ടു, ആ സ്ത്രീയിലൂടെ ആ സാക്ഷ്യം കേട്ട ആളുകൾ, ശമരിയരായിട്ടുള്ള ആളുകൾ വന്ന് പറഞ്ഞു, നേരത്തെ ഞങ്ങൾ കേട്ടു സ്ത്രീയിലൂടെ, അവിടെ അനുഭവം അവള് പറഞ്ഞത്, ഞങ്ങളത് വിശ്വസിച്ചു, അത് വിശ്വസിച്ച ആള് വന്നു. പക്ഷെ യേശുവുമായിട്ട് കൂടുതൽ അടുത്ത്, കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇനിയും സാധാരണ ഒരു വിശ്വാസത്തിലല്ല, ഈ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല, ഞങ്ങൾ അടുത്ത ഒരു നിലവാരത്തിലേക്ക് എത്തി. ഈ അധ്യായവും പറയുന്നത് ഇതാണ്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ഹയർ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ 3 അധ്യായങ്ങളിലൂടെയും നമുക്ക് കാണാനായി സാധിക്കുന്നത്. 2 കൂട്ടരാണ്. ഒന്ന്, വിശ്വാസം ഇല്ലാതെ നാശത്തിലേക്ക് പോകുന്ന, എന്താ പറയാ, പിന്മാറിപ്പോകുന്ന ഒരു കൂട്ടർ, അല്ലെ, നാശത്തിലേക്ക് പിന്മാറുന്ന. മറ്റൊരു കൂട്ടർ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന മറ്റൊരു കൂട്ടർ. അതിന്റെ അകത്തില് ഈ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന മറ്റൊരു കൂട്ടരുടെ വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകൾ, അതായത് 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് നിന്ന് ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകളെ നിങ്ങളുമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നമ്മളിപ്പോ വായിച്ച എബ്രായ ലേഖനം 1-ാം അധ്യായം 11-ാം അധ്യായം 1 മുതൽ അതിന്റെ 12 വരെയുള്ള വചന ഭാഗം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകൾ.
ഒന്നാമത്തേന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്, ഫെയ്ത്ത് ഈസ് റിയലിസ്റ്റിക് ആൻഡ് റീസണബിൾ. അതാണ് ഒന്നാമത്തെ കാര്യം. ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്. ക്രിസ്ത്യൻ ഫെയ്ത്ത് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത് ബ്ലൈൻഡ് അല്ല, അന്ധമല്ല എന്നതാണ് പ്രാഥമികമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാനായി സാധിക്കും. ആ എഴുത്തുകാരൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വിശ്വാസത്തെ കുറിച്ച്. ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിങ്കിലേക്കുള്ള ആ വാക്തത്വ നിവൃത്തിയിലേക്കുള്ള പ്രവേശനം, ആ വിശ്വാസത്തിന്റെ വർധനവ്, ഇതൊക്കെ പറഞ്ഞ് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ താൻ ഹൈലൈറ്റ് ചെയ്യുകയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ബ്ലൈൻഡ് അല്ല, അന്ധമായൊരു വിശ്വാസം അല്ല. നമ്മുടെ വിശ്വാസം അന്ധമാണോ? അല്ല. നമ്മൾ അന്ധമായിട്ടൊന്നും അല്ല വിശ്വസിക്കുന്നത്, അല്ലെ? ചുമ്മാതെ ഒരു പിടിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുക, അങ്ങനല്ല. അന്ധമായൊരു വിശ്വാസം അല്ല. ഇറ്റ്സ് എ റീസണബിൾ തിങ്, റിയലിസ്റ്റിക് ആണ്, വളരെ യാഥാർത്ഥ്യപരമായ ഒരു വിശ്വാസമാണ് നമ്മുടെ. അതിന്റെ ആ യാഥാർത്ഥ്യം ആ സ്ത്രീ പറഞ്ഞതാ. എന്തെന്നറിയാം, അവൻ ആ ശമരിക്കാരായ ആളുകൾ പറഞ്ഞതാ. ഇപ്പോൾ നീ പറഞ്ഞ സാക്ഷ്യത്തിലൂടെ അല്ല, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അനുഭവിച്ചു യേശു ലോക രക്ഷിതാവ്, അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ആ അടുത്ത വലിയൊരു, ഇറ്റ്സ് നോട്ട് ബ്ലൈൻഡ്, അതൊരു അന്ധമായ വിശ്വാസമല്ല. ഏതോ ഒരു സ്ത്രീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൾക്കുണ്ടായ അനുഭവത്തിൽ എനിക്കുണ്ടായ വിശ്വാസത്തെ അല്ല അവിടെ പറയുന്നത്. അതൊരു പക്ഷെ അന്ധമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ, യേശുവുമായി സമയം ചെലവഴിച്ചപ്പോൾ, ദൈവവുമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ, ദൈവത്തിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ അവസ്ഥകൾ വർദ്ധിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും, ഇറ്റ് ഈസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. അതൊരു അന്ധമായ വിശ്വാസമല്ല, ഇത് വളരെ യാഥാർത്ഥ്യമായ ഒരു വിശ്വാസമാണ്. അതിനെക്കുറിച്ചാണ് ഒന്നാം വാക്യം പറയുന്നത്. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നു. അവിടെ രണ്ട് കാര്യങ്ങളോ, ഒന്ന് സബ്സ്റ്റൻസ് ആൻഡ് എവിഡൻസ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സബ്സ്റ്റൻസ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഹോപ്പ് ഫോർ ആൻഡ് ദ എവിഡൻസ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡോണ്ട് സീ. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ ഒരു എവിഡൻസും അതോടൊപ്പം തന്നെ നമ്മൾ ആശിക്കുന്ന കാര്യത്തിന്റെ ഒരു സബ്സ്റ്റൻസ്. അത് രണ്ടും പറയുന്നത് എന്തെന്നറിയാമോ? ഈ നമ്മൾ സാധാരണ കാര്യങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ഈ 3 ഡൈമെൻഷൻ വേൾഡ്, അല്ലെ, നമ്മൾ കൂടുതൽ പോയ ഒരു 4th ഡൈമെൻഷൻ, ടൈമൂടൊക്കെ കൂട്ടിയാൽ 4th ഡൈമെൻഷൻ. ഇപ്പം പല ആധുനിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് 10 ഡൈമെൻഷൻ വരെ ഉണ്ടെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് ആ കൂടെ 3 ഡൈമെൻഷൻ, ഈ 3 ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഇതുള്ളതാണ് 3 ഡൈമെൻഷൻ. പിന്നെ വേണമെങ്കിൽ സ്പേസ് കൂടെ കൂട്ടിയാൽ ഒരു 4th ഡൈമെൻഷൻ, ഒരു ടൈം കൂടെ കൂട്ടിയാൽ ഒരു 4th ഡൈമെൻഷൻ. ഇപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഒതുങ്ങുന്ന ഒരു എംഫറിക്കൽ എവിഡൻസ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്ത്? ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ, അല്ലെ? ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന എവിഡൻസുകൾ ഇതൊക്കെയാ. പക്ഷെ ഇവിടെ യേശുവിനെ കണ്ട യോഹന്നാൻ, യേശുവിനെ മനസ്സിലാക്കി യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നാം കണ്ട കാര്യങ്ങൾ തന്നെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും താൻ പറയുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്, ആദിമുതലുള്ളതും. യേശുവിനെ മനസ്സിലാക്കിയത് കേവലം ഒരു മനുഷ്യനായിട്ടല്ല മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കി താൻ പറയുകയാണ്, എന്താണെന്നറിയാമോ? ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്, അത് ജീവന്റെ വചനമാണ്. ആ ജീവന്റെ വചനം സംബന്ധിച്ചുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ അടുത്ത വാക്യം പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവിനോടുകൂടെ അവനായിരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തെ ആരും, ആ വാക്യം എന്താണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്ന് വന്ന തന്റെ ഏകജാതനായ പുത്രൻ പിതാവിനെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തി. പക്ഷെ ഇവിടെ പറയുന്നത് ഇച്ചിലൂടെ വ്യത്യസ്തമായിട്ടാണ്. ആ പറയുന്ന കാര്യത്തെ തന്നെ ഇച്ചിലൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയുക. അതെന്താണെന്നറിയാമോ? ഹി വാസ് വിത്ത് ഫാദർ ആൻഡ് റിവീൽഡ് ഫാദർ. അവൻ പിതാവിനോടൊപ്പമായിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? താൻ ആ വാക്യം ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 1-ന്റെ 1-ാമത്തെ വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും
ഉം, ഞങ്ങൾ നോക്കിയതും ഉം. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ആ ജീവൻ പ്രത്യക്ഷമായി. ആ ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും ആ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായ പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് നിത്യജീവനെ അറിയിക്കുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് പറയാ, നിത്യജീവനെ കുറിച്ച് എന്താ? പിതാവിനോട് കൂടെ ആയിരുന്നിട്ട് ഞങ്ങളോട് ഒപ്പം വന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവന്റെ വചനം. ശ്രദ്ധിക്കണേ, ഈ യേശുവിനെ ഭൂമിയിൽ നിന്ന് കാണാനായിട്ട് എന്ത് മതി? ഒരു 3 ഡൈമെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ് മതി, ഒരു അല്ലെ സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. പക്ഷെ പിതാവിനോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യക്ഷനായ ഒരു നിത്യജീവനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു അറിവ് പോരാ, സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോരാ. അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ, സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങൾ അന്ധമായി പറയുന്ന ഒരു വിശ്വാസമല്ല, ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ അറിഞ്ഞതാണ്, ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. എന്ത്? പിതാവിനോടൊപ്പം ഇരിക്കുന്ന, പിതാവിനോടൊപ്പം നിൽക്കുന്ന ആ നിത്യജീവൻ, ഞങ്ങൾക്ക് പ്രത്യക്ഷനായ ആ നിത്യജീവനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബ്ലൈൻഡ്, അതൊരു തിരിച്ചറിവിലും അനുഭവത്തിൽ നിന്നും പറയുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ വിശ്വാസം ഏത് തരത്തിലാണ്? നമ്മുടെ ആ വിശ്വാസം പലപ്പോഴും നമ്മൾ ബ്ലൈൻഡ് ആകാറുണ്ട്, അല്ലെ? നമ്മൾ അന്ധമായിട്ട് അങ്ങ് അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല, കൂടുതൽ അറിവൊന്നുമില്ല, ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസം ഇങ്ങനെയായി തീരട്ടെ. ശമര്യർ വന്ന് പറഞ്ഞതുപോലെ, ആളുകൾ വന്ന് പറഞ്ഞതുപോലെ, ആരെങ്കിലും പറഞ്ഞൊരു സാക്ഷ്യത്തിൽ നിന്നുള്ള ഒരു അറിവല്ല. യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ മനസ്സിലാക്കിയതും ഇങ്ങനെയാണ്. പിതാവിനോടൊപ്പം ഇരിക്കുന്ന ആ നിത്യജീവൻ ഞങ്ങൾക്കും പ്രത്യക്ഷനായി. ആ നിത്യജീവനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതും, ആ നിത്യജീവനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും, ആ നിത്യജീവന്റെ മൊഴികളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ആ റിയലിസ്റ്റിക് ഫെയ്ത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ കഴിയട്ടെ. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് നോട്ട് ബ്ലൈൻഡ്. അത് അന്ധമല്ലായിരുന്നു, അതെന്തായിരുന്നു? യാഥാർത്ഥ്യമായിരുന്നു. ഇറ്റ് ഈസ് വെരി റിയലിസ്റ്റിക്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിശ്വാസത്തിന്റെ പ്രത്യേകത അത് ഇങ്ങനെയാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ഈ വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അതൊന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. ഇന്ന് കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. കേട്ടോ, രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ഫെയ്ത്ത് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സയൻസ്, ഇറ്റ് ഈസ് എബവ് സയൻസ്. രണ്ടാമത്തെ ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രത്തിനെതിരല്ലെന്ന്, ശാസ്ത്രത്തിനുപരിയാണ്. ശാസ്ത്രത്തിന് എതിരല്ല, പക്ഷെ ശാസ്ത്രത്തിന് എന്താ? ഉപരിയായിട്ടുള്ളതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രത്തിനെതിരാണ്. അല്ല, ശാസ്ത്രത്തിനെതിരൊന്നും അല്ല. ശാസ്ത്രത്തിനെതിരല്ല, പക്ഷെ ശാസ്ത്രത്തിന്റെ മുകളിലാണ്. കാര്യം ഇവിടെ പറയുക, രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഈ ഇന്ന് കാണുന്ന ലോകം, അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ഇവിടെ ലോകം എന്നാ പറയുന്നത്. ഇനി ആരെങ്കിലും ആ ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും? വായിച്ചു. എബ്രായ ലേഖനം ഹീബ്രു ചാപ്റ്റർ 11:3. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കുന്നില്ല. അല്ല, ഞാൻ വായിക്കാം. അല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് വായിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, 3-ൽ ഇങ്ങനെ പറയുന്നു, ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എൻടയർ യൂണിവേഴ്സ് വാസ് ഫോംഡ് അറ്റ് ഗോഡ്സ് കമാൻഡ്. അവിടെ ഇങ്ങനെ എൻടയർ യൂണിവേഴ്സ്, ഈ വലിയ പ്രപഞ്ചം, ഭൂമി അല്ലെങ്കിൽ
ലോകം എന്നതിനെക്കാട്ടിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ എൻറ്റയർ യൂണിവേഴ്സ്. ഈ വലിയ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്, നാം വിശ്വാസത്താൽ അറിയുന്നു ഈ യൂണിവേഴ്സ് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഈ യൂണിവേഴ്സ് നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്താലാണെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം അത് പറയുന്നത് ഇതാണ്, ഞങ്ങൾ ശാസ്ത്രത്തിനൊന്നും എതിരല്ല. ശാസ്ത്രം പറയുന്നത് എന്താണ്? ബയോളജിക്കൽ എവല്യൂഷനിലൂടെ അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറിയിലൂടെയൊക്കെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നു. അതിനൊന്നും നമ്മൾ എതിരല്ല, വിശ്വാസം എതിരല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഹൈപ്പോത്തസിസ് ആയിട്ട് ഇരിക്കുമ്പോൾ, കേവലം ആപേക്ഷികമായിട്ടുള്ള ചില ചിന്തകളായിട്ട്, അതൊന്നും പ്രൂവ് ചെയ്യപ്പെടാത്തതായി അവശേഷിക്കുമ്പോൾ നാം ആധികാരികമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനത്താൽ എന്തുണ്ടായി? ഈ യൂണിവേഴ്സ് സൃഷ്ടിക്കപ്പെട്ടു ദൈവത്തിന്റെ വചനത്താൽ. അത് ശാസ്ത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രത്തിന് എതിരായ ഒരു കാര്യമല്ല. ശാസ്ത്രം ഇങ്ങനെയാണ് നാം കാണുന്നതിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തെളിയിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ ബ്ലൈൻഡ് അല്ലാത്ത യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ബ്ലൈൻഡ് അല്ലാത്ത വിശ്വാസം, വളരെ റീസണബിൾ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം ഇതാ, ഈ സകല ചരാചരങ്ങളും സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വചനത്താലാണ്. അത് ഇന്നും നാം വിശ്വസിക്കണം, ഇന്നും നമുക്ക് വിശ്വസിക്കാം. ആ വചനങ്ങൾ, ആ വാക്കുകൾക്ക് ഇന്നും ശക്തിയുണ്ട്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി ഇന്നും ആക്റ്റീവായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. ഇന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, റിക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്നും ആക്റ്റീവാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ദൈവവചനത്തിന്റെ ശക്തിക്ക് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. അത് ചിലപ്പം നാം പറയുന്ന ബൈബിളിന്റെ കാലയളവ് അനുസരിച്ച് ഒരു 6000 വർഷത്തിന്റെ കണക്ക് നാം പറയുന്നു. അതിനി 60,000 വർഷമാണെങ്കിലും 6 മില്യൺ വർഷമാണെങ്കിലും നമുക്ക് പ്രശ്നമല്ല. എന്തു തന്നെ ആകട്ടെ, അതിന്റെ മുകളിലാണ് എന്റെ ദൈവത്തിന്റെ വാക്കുകളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചമെന്ന് എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സയൻസ്. സയൻസിന്റെ മുകളിൽ നിൽക്കുന്നതായി, ഇറ്റ് ഈസ് എബവ് ദ സയൻസ്. ശാസ്ത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഈ വിശ്വാസം, നമ്മൾ ശാസ്ത്രത്തെ ഒന്നും എതിർക്കാൻ പോകണ്ട. ശാസ്ത്രമൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. അവർക്ക് പലപ്പോഴും പറഞ്ഞ് തെളിയിക്കാൻ പറ്റാതെ, പലപ്പോഴും ശാസ്ത്രം പരിമിതികൾ കൊണ്ട് പലയിടത്ത് നിൽക്കുമ്പോൾ, ഒരു ദൈവഭക്തന് യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ യോഹന്നാൻ പറയുന്നത് പോലെ, ഞങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചു, മനസ്സിലാക്കി, പിതാവിനോട് കൂടെ നിൽക്കുന്ന ആ നിത്യജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയിലും വിശ്വാസത്തിന്റെ വർധനവിലും നമുക്ക് പറയാൻ കഴിയും, ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ വാക്കുകൾ ഇന്നും ശക്തമായി എന്നോടൊപ്പം, എന്റെ കുടുംബത്തോടൊപ്പം, എന്റെ തലമുറകളോടൊപ്പം, എന്റെ സഭയോടൊപ്പം, എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോടൊപ്പം ഉണ്ട്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്നും ആക്റ്റീവാണ് എന്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാനായി സാധിക്കും. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? ശാസ്ത്രത്തിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ആ വിശ്വാസമെന്ന്. ശാസ്ത്രത്തിനെതിരല്ല കേട്ടോ, നമ്മളെ ശാസ്ത്രത്തിനെതിരൊന്നും. ദൈവവചനമാകട്ടെ, വിശ്വാസമാകട്ടെ ശാസ്ത്രത്തിനെതിരല്ല, ശാസ്ത്രത്തിന്റെ മുകളിലാണ് എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകാൻ. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഫെയ്ത്ത് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സയൻസ്, റാദർ ഫെയ്ത്ത് ഈസ് എബവ് സയൻസ്. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മനസ്സിലേക്കും ചിന്തയിലേക്കും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പല എക്സാമ്പിൾസും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞു പോകാൻ സമയം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് തീർക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഫെയ്ത്ത് ഈസ് നോട്ട് ഇംപ്രാക്ടിക്കൽ, ഫെയ്ത്ത് ഈസ് മോർ പ്രാക്ടിക്കൽ. എന്താ അറിയാവോ? ഈ വിശ്വാസം എന്ന് പറയുന്നത് അപ്രായോഗികമല്ല, പ്രായോഗികമാണ്. നമ്മൾ പലപ്പോഴും പറയും വിശ്വാസമൊക്കെ ഇതൊക്കെ എന്താ പറയാ, ഈ വിശ്വാസമൊക്കെ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ ആൽഫ ജനറേഷനും ഒക്കെ ഉള്ള, ജെൻസിയും ഒക്കെ ഉള്ള ഈ ജനറേഷനിൽ ഈ ഫെയ്ത്തിനൊക്കെ എന്താ കാര്യം? ഇത് പ്രായോഗികമൊന്നും അല്ല.
എന്നൊരു പക്ഷെ നാം ചിന്തിക്കാം. പക്ഷെ ആ പ്രായോഗികമല്ല എന്ന് പറയുന്നതിനെ തിരുത്താൻ അവിടെ തന്നെ എഴുതിയിരിക്കുക. താഴോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാനോക്ക് മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. ഇത് നടക്കുന്ന പ്രായോഗികമായ ഒരു സംഭവമാണോ? നമുക്ക് പ്രായോഗിക തലത്തിൽ നിന്ന്, പ്രായോഗിക ബുദ്ധിയിൽ നിന്ന്, പ്രാക്ടിക്കൽ ഇന്റലിജൻസിൽ നിന്ന്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജിൽ നിന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയുന്ന ഒരു കാര്യമാണോ ഹാനോക്ക്? വാക്യം 5, ഹാനോക്ക് മരണം കൂടാതെ എന്ത് ചെയ്തു? കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തെ എനിക്ക് നിങ്ങൾക്കും അതുപോലെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? വിശ്വസിക്കാനായിട്ട് കഴിയുമോ? നമുക്ക് വേണമെങ്കിൽ ഒരു കഥ പോലെ അംഗീകരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കഥകളുണ്ട്. പക്ഷെ വി നീഡ് ടു അവിടെ ആ വിശ്വാസം എന്താന്ന് പറയോ? അതൊരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, അപ്രായോഗികമല്ല. അത് പ്രായോഗികമായ ഒരു കാര്യമാണ്. മരണം കൂടാതെ എടുക്കപ്പെടുക എന്ന് പറയുന്നത് അതങ്ങനെ സംഭവിക്കാനൊന്നും സാധ്യതയില്ല. അത് ചിലപ്പം വേറെ വല്ല കാര്യങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം, എഴുത്തുകാരന്റെ പെശകായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്താഗതികളുടെ ഒരു എന്താ പറയാ എഴുതിയ കൂട്ടത്തിൽ വന്ന പിഴവായിരിക്കാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ യേശു കർത്താവിനെ കൂടുതൽ അറിഞ്ഞ ആ വിശ്വാസത്തിന്റെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരുവന് പറയാൻ കഴിയും, ഇതൊന്നും എന്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്, സൃഷ്ടിച്ച ഒരു ദൈവത്തിന്, ഇതിനെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവന് ഈ കാര്യം വലിയൊരു കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ മരണം കൂടാതെ എടുക്കാനും ആ പ്രായോഗികമായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. അത് പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. നമുക്ക് വേദപുസ്തകത്തിന്റെ അത്ഭുതങ്ങളെ എല്ലാം പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസം വലുതാന്നുള്ളതാണ്, നമ്മൾ വിശ്വാസത്തിൽ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത്. അതിൻ്റെ അകത്തിൽ അപ്രായോഗികതയൊന്നുമില്ല. അയ്യോ വിശ്വാസം ഇറ്റ്സ് നോട്ട് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ, അത് പ്രായോഗികമല്ല, അതെങ്ങനെ സംഭവിക്കുക? അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ല. അത് ചിലപ്പോൾ ഒരു കഥയായിരിക്കാം. യേശു വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ നടന്നത് കഥയാണ്, പത്രോസ് നടന്നത് ഇതൊരു വെറും കഥയാണ്, ചിന്തയാണ്, ഇല്യൂഷൻസ് ആണ്, അത് അവരുടെ തോന്നലുകളാണ്, എഴുതി പിടിപ്പിച്ചതാണെന്നൊക്കെ ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം നവീന ചിന്താഗതിക്കാരുള്ള ആളുകളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, കർത്താവേ ആമേ അങ്ങയെ കൂടുതൽ അറിയുമ്പോൾ എന്റെ വിശ്വാസം അടുത്ത നിലവാരത്തിലേക്ക് വർദ്ധിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു. ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അത് ഇംപ്രാക്ടിക്കൽ അല്ല, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ഞാനത് വിശ്വസിക്കുന്നു, അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാൻ കഴിയുന്ന നിലവാരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. ഫെയ്ത്ത് ഈസ് നോട്ട് ഇംപ്രാക്ടിക്കൽ, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. അപ്രായോഗികമല്ല നമ്മുടെ വിശ്വാസം, പ്രായോഗിക തലത്തിൽ നിൽക്കുന്ന പ്രായോഗികമായ ഒരു കാര്യമാണ്. ഇന്ന് ശാസ്ത്രം പറയുകയാണ് അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ സമൂഹം പറയുകയാണ് അതെങ്ങനെയല്ല, ചരിത്രം പറയുകയാണ് ഇതിങ്ങനെയല്ല എന്ന് പറയുമ്പോഴും നമുക്ക് പറയാൻ കഴിയും, ആമേൻ, യേശു ഭൂമിയിൽ വന്നു, ആമേൻ, അതിങ്ങനെയായിരുന്നു. യേശു എനിക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അതിങ്ങനെയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല, അതിൻ്റെ അകത്തിൽ യാതൊരു കലർപ്പുമില്ല, അതിൻ്റെ അകത്തിൽ യാതൊരു കൂട്ടിച്ചേർക്കലുമില്ല. ഞാൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അത് പ്രായോഗികമാണ്. കാര്യം എന്റെ ദൈവത്തിന് വിശ്വസിക്കുന്നു. അപ്പം the third thing is that faith is not impractical, the faith is more practical. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? faith is not blind, അത് ഒരു അന്ധമല്ല. Second thing, faith is not against science, ശാസ്ത്രത്തിനെതിരല്ല. Third thing, faith is not impractical. നാലാമത്തെ കാര്യം, faith is not a substitute, faith is the main thing. വിശ്വാസം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ കളികളിലും ഒക്കെ നമ്മൾ കാണാറില്ല, നമ്മള് ക്രിക്കറ്റ് കളിയിലും സബ്സ്റ്റിറ്റ്യൂട്ടിനെ അല്ലെ, ഒരാളില്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരാളിനെ ഇറക്കി വിടും അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട്. ഒന്നില്ലെങ്കിൽ അതിൻ്റെതായ സ്ഥലത്ത് മറ്റൊന്നിനെ വെക്കുന്നതാണ് വിശ്വാസം എന്ന് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. വിശ്വാസം അങ്ങനെ അല്ലെന്ന്. വിശ്വാസം സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, വിശ്വാസം അല്ല. നമ്മുടെ ക്രൈസ്തവ ആ ജീവിതത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എന്താ? വിശ്വാസം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്, നോ, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഐ മീൻ ഈ
ദൈവം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം. അത് പിശാചുക്കളും അല്ലെ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്, അല്ലെ? ജെയിംസ് ചാപ്റ്റർ 2:19 ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവൻ ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അപ്പൊ അവര് വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ദേ ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവം എല്ലാമാണ്, എന്റെ ജീവിതത്തിന്റെ എല്ലാമാണെന്ന് അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഈ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല, ഈ വിശ്വാസം അല്ല. കാര്യം അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അല്ലെ? പിശാചുക്കൾ ദൈവത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ ദൃശ്യമായിരുന്നു അവർക്ക് ദൈവത്തോടുള്ള ആ വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതിന് പരിമിതിയുണ്ട്. പക്ഷെ പിശാചുക്കൾ അല്ലെങ്കിൽ അവർ അതാകുന്നതിന് മുമ്പ് അവർ ദൈവത്തെ കണ്ടിരുന്നു, ദൈവവുമായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. അത് അവർക്ക് അങ്ങനെയല്ല, അവർ കണ്ടിട്ടുള്ള ദൈവത്തെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന്റെ ഉറപ്പ്. അവർക്ക് ഒരു ആശയമില്ല. ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ആശയും ഇല്ല. അവർക്കൊരു ആശയോ എക്സ്പെക്ടേഷൻസോ ഒന്നുമില്ല. അവരിങ്ങനെയല്ല വിശ്വസിക്കുന്നത്: ദൈവമാണ് എൻ്റെ എല്ലാം, ദൈവമാണ് എന്റേത്, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നൊരു വിശ്വാസമല്ല അവർക്കുള്ളത്. അവരുടെ വിശ്വാസം എന്താണെന്ന് അറിയാമോ? ഇതാണ്: ഗോഡ് എക്സിസ്റ്റ്, ദൈവം ഉണ്ട് എന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗോഡ് ഈസ് എക്സിസ്റ്റിംഗ്, ബിലീവിങ് ഇൻ ഗോഡ്സ് എക്സിസ്റ്റൻസ് അല്ല നമ്മള്. അത് മാത്രമല്ല, നമ്മൾ എന്താണ്? നമ്മൾ പറയാണ് ഗോഡ് ഈസ് മൈ എവറിത്തിങ്, ദൈവം എന്റെ എല്ലാമാകുന്നു. പിശാചുക്കൾ പറയുന്നത് എന്താ? ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൻ്റെ അതിൽ സംശയമൊന്നുമില്ല, ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പൈതൽ പറയുന്ന ഒരു കാര്യമാണ്: ഗോഡ് ഈസ് മൈ എവറിത്തിങ്, ദൈവമാണ് എന്റെ എല്ലാം, എന്റെ അതിൽ മറ്റൊന്നുമില്ല. ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ എല്ലാം ദൈവമാണ്, എന്റെ നിലനിൽപ്പ് ദൈവമാണ്, എന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ദൈവമാണ്, എന്റെ ഭാവി ദൈവത്തിൻ്റെതാണ്, എന്റെ ഇതുവരെ നടന്നത് ദൈവത്തിൻ്റെതാണ്, എന്റെ എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, എന്തിൻ്റെയോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, മറിച്ച് ഇതാണ് എല്ലാം. നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വലിയ വിശ്വാസം ഇതാണ്: എന്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയുന്നത് എന്റെ ദൈവം. ദൈവത്തെ മാറ്റി നിർത്തി എനിക്ക് ഒന്നുമില്ല, ദൈവത്തെ മാറ്റി നിർത്തിയ ഒരു കാര്യവുമില്ല. അതാണ് നാലാമത്തെ കാര്യം. ഫെയ്ത്ത് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്, ഫെയ്ത്ത് ഈസ് ദ മെയിൻ തിങ്. ഇപ്പം പലരും വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? നമ്മളെല്ലാം പല വിശ്വാസമുണ്ട്. പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. അവര് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുന്നു. അല്ലാതെ ദൈവം എന്റെ എല്ലാമാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നവര് വിശ്വസിക്കുന്നില്ല. ആ വിശ്വാസം നമുക്ക് ഉള്ളത് ആ വിശ്വാസമാണ്: കർത്താവേ, നീ എക്സിസ്റ്റ് ചെയ്യുന്നു, ദൈവമേ അങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്നു, അങ്ങ് എന്റേതാണ്, ഞാൻ അങ്ങയുടേതാണ് എന്ന ആ വിശ്വാസം ആണ് നമ്മുടെ എല്ലാം. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാം. അഞ്ചാമത്തെ ഇതാണ്: ഫെയ്ത്ത് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ദ വർക്ക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കും ജോലികൾക്കും എതിരല്ല. ബട്ട് ഫെയ്ത്ത് എംപവേഴ്സ് us to fulfill the works and responsibilities. വിശ്വാസം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതിൽ നിന്ന് ഉള്ള ഒരു ഒഴിവുകഴിവല്ല. വിശ്വാസം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശക്തമായി ചെയ്യാൻ ശക്തീകരിക്കുന്നതൊന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ നാം താഴ്ത്തു വായിക്കുമ്പോൾ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ്, 4th പോയിന്റ്, ഫെയ്ത്ത് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ച ദൈവവചന ഭാഗം ഇതാണ്: ദൈവത്തെ പ്രസാദിപ്പാൻ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. സോ ദാറ്റ് ഈസ് എവറിത്തിങ്.
സോ ദൈവത്തെ പ്രസാദിപ്പിക്കണോ നമുക്ക് മറ്റൊന്നും അല്ല, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ഈസ് എവരിതിങ്. സോ ദ ഫിഫ്ത് വൺ ഈസ് ദാറ്റ്, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ദ വർക്ക്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് വി ആർ ഹാവിങ്. ഉത്തരവാദിത്തങ്ങളും ജോലികളും നമ്മൾക്ക് നിക്ഷിപ്തമായിരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളതൊന്നല്ല വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ വിശ്വാസം എന്താ? വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ചെയ്യാൻ നമ്മളെ ശക്തീകരിക്കുന്നതാണ് ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതിന് രണ്ട് വ്യക്തികൾ, ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഭാഗത്ത്. അത് മറ്റാരെയും കുറിച്ചല്ല, അബ്രഹാമിനെ കുറിച്ചും ആരെക്കുറിച്ചാണ്? സാറയെ കുറിച്ചുമാണ് പറയുന്നത്, അല്ലെ? അവിടെയാണ് പറഞ്ഞിട്ട് 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ സാറയും, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ച്, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അവര് ഈ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, സാറയെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുന്നത്. ഒന്ന്, അവരോട് പറഞ്ഞു പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു. ചെന്ന് പാർക്കാൻ പറഞ്ഞു. അവിടെ പോയി എന്ത് ചെയ്തു? പാർത്തു. 3, ആ ദേശത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞു. ആ ദേശത്ത് പ്രവർത്തിച്ചു. പുറപ്പെട്ടു, പാർത്തു, പ്രവർത്തിച്ചു. ഇതൊരു പ്രവൃത്തിയാ, അല്ലെ? ഇതൊരു പ്രവൃത്തിയാ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവെ ഞാൻ ഇവിടെ നിന്നൊന്നും പുറപ്പെടുന്നില്ല, നീ എന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ആനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്നെ ദണ്ട് ഇവിടെ നിന്ന് എടുത്ത് നീ കാണിക്കാണ്ടിരിക്കുന്ന ദേശത്തേക്ക് ഒന്ന് കൊണ്ടുപോകും, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് എന്നെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പുറപ്പെട്ടു. ആ പട്ടണം അത്ര അനുയോജ്യമല്ലായിരുന്നിട്ടും അവിടെ പോയി എന്ത് ചെയ്തു? പാർത്തു. അവിടെ പ്രവർത്തിച്ചു, അല്ലെ? അവിടെ പ്രവർത്തിച്ചു. ആ വർക്ക്, തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ആ വിശ്വാസം തന്നെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു, തന്നെ എംപവർ ചെയ്തു, തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ ഉള്ള ഒരു കാര്യമല്ല. നമ്മളെയൊക്കെ പല ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്, പല ദൗത്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് നാം ചെയ്തു തീർക്കേണ്ടുന്ന ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യമല്ല വിശ്വാസം എന്ന് പറഞ്ഞത്. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീ അത് ചെയ്യും. അല്ല, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാൻ അനുദിനം പ്രോത്സാഹിപ്പിക്കുകയാണ്, അനുദിനം ശക്തീകരിക്കുകയാണ്, അനുദിനം നമ്മളെ ബലപ്പെടുത്തുകയാണ്. The faith will empower you to fulfill the works and responsibilities that God given to you and me. ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ ശക്തീകരിക്കുന്നതാണ് ആമേൻ ഈ വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. ഇന്ന് ഈ വൈകി സമയം നമുക്ക് അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞ ആ തലമുറയെ കാണാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് അവിടെ നൽകി. എന്ത് പറയാണ്? പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. So they got the power. അവർ അതിനുള്ള ശക്തി പ്രാപിച്ചു. അവർ സാധാരണ നിലയിൽ ഒരു എന്താ പറയാ തലമുറയ്ക്ക് ജന്മം നൽകുകയാണ്. അതിന്റെ അർത്ഥം, അത് പറയുന്നത് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിശ്വാസം ഞാൻ ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയിരിക്കുകയല്ല, വിശ്വാസത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുക, വിശ്വാസത്തോടുകൂടെ സ്റ്റെപ്പുകൾ എടുക്കുക, വിശ്വാസത്തോടുകൂടെ ചെയ്യുക. കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നമ്മൾ മുമ്പോട്ട് പോകാതെ ഒരിടത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. മുമ്പോട്ട് പോകുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമാണ്, ഒന്നുകൂടെ പറയാം. നമ്മളൊക്കെ നമ്മളിപ്പം ബോംബെയിലുള്ളവരാണെങ്കിൽ, ബോംബെയില് ഇപ്പം ചെമ്പൂരിൽ നിന്ന് വീട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ചെമ്പൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന രാത്രിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ചെമ്പൂരിൽ നിന്ന് നിങ്ങൾ കാർ എടുക്കുകയാണ്. കാർ എടുക്കുമ്പോൾ നമ്മുടെ കാറിന്റെ മുമ്പിലുള്ള ലൈറ്റ് ഒരു 3-4 എന്താ പറയാ, ഒരു 100 മീറ്റർ വരെ മുമ്പിലോട്ടൊക്കെ നമുക്ക് കാണാം, അല്ലെ? 100 മീറ്റർ കാണാം. ആ 100 മീറ്റർ അങ്ങ് വീട്ടിൽ വരെ കാണുന്നില്ല, ഒള്ളി 100 മീറ്ററേ ഉള്ളൂ. പക്ഷെ മുമ്പോട്ട് പോകുന്തോറും ഈ ലൈറ്റ് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുക?
പോയിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ മുമ്പോട്ട് പോകുന്നോ അത്രത്തോളം ഈ പ്രകാശം നിങ്ങളുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇതാ പലപ്പോഴും നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവിടെ നിൽക്കുക. അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല. പ്രകാശം ആ 100 മീറ്ററേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മുമ്പോട്ടൊന്ന് പോകാൻ തുടങ്ങി, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊന്ന് വിശ്വാസത്താൽ ചെയ്യാൻ തുടങ്ങി, മുമ്പോട്ടുള്ള വഴികളെ കർത്താവ് തുറക്കും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് സുവിശേഷീകരണമാകട്ടെ, നമ്മളെ ഏൽപ്പിച്ച ഈ ഭൂമിയിലെ ദൗത്യങ്ങളാകട്ടെ, ദൈവവേലയുടെ ഭാഗമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവ വൈതലന് മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് പോകാൻ ഈ ദൈവവിശ്വാസം അവനെ ശക്തീകരിക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം ശക്തീകരിക്കുകയാണ്, മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്, മുമ്പോട്ട് നയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ച ദൈവവചന ചിന്തകൾ ഇതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിന്റെ തുടർമാനമായിട്ടാണ് ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ചത്. ഈ യോഹന്നാൻ 4:39 ശമര്യക്കാർ വന്നിട്ട് പറയുന്ന ഒരു 39 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണവാസികൾ വന്ന് അവനിൽ വിശ്വസിച്ചു. പക്ഷെ യേശുവുമായി ചില മണിക്കൂറുകൾ അവർ പാർത്തപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ അളവ് മാറി അവർ പറയുകയാണ്, ഞങ്ങൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും കേട്ടതും അനുഭവിച്ചതും ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം അങ്ങനെയൊന്ന് വർദ്ധിച്ചാൽ ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ 5 കാര്യങ്ങൾ പോലെയാകും നമ്മുടെ വിശ്വാസം. ഒന്ന്, ഫെയ്ത്ത് ഈസ് നോട്ട് എ ബ്ലൈൻഡ് തിങ്. അത് ബ്ലൈൻഡ് അല്ല, അത് റീസണബിളും അത് റിയലിസ്റ്റിക്കുമാണ്. ഫെയ്ത്ത് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സയൻസ്, ഫെയ്ത്ത് ഈസ് അബൌവ് സയൻസ്. ആൻഡ് തേർഡ് തിങ്, faith is not impractical, rather faith is practical. Fourth one, faith is not a substitute, faith is the main thing. And finally, faith is not against the works and responsibilities given to us. Faith is the thing that empower us to fulfill or complete the responsibilities. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിലേക്ക് ഒന്ന് അടുത്ത് വന്നിട്ട് പറയാം, കർത്താവേ, ഇങ്ങനെയാണോ നമ്മുടെ വിശ്വാസം ഇന്ന്? അതോ ഏതെങ്കിലുമൊക്കെ അപാകതകൾ അവിടെ ഉണ്ടോ? ഒന്ന് ശോധന ചെയ്യാൻ ഈ കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കഴിയട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും അടിയങ്ങൾക്ക് തന്ന് കർത്താവേ ഈ കാര്യങ്ങളെ കൂടുതലായി അറിയാനും ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കാനും അടിയങ്ങൾക്ക് തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം കൂടുതലായി വർദ്ധിക്കുവാൻ, അങ്ങയെ അറിയുന്നതിനും അങ്ങയോട് അടുക്കുന്നതിനും കാരണമായി അതിലൂടെ ഈ തരത്തിലുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് ഞങ്ങൾ എത്തുവാൻ കർത്താവ് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ ദാസൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിക്കണമേ. കർത്താവെ, ഇത് ഉപയോഗിക്കണമേ. ഈ മീറ്റിങ്ങിലുള്ള എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീയമായി വളരുവാൻ കർത്താവ് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വരവിനായി ഒരുക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കണം.